സ്വാതന്ത്ര്യ സമര ചരിത്രപാഠങ്ങളിൽ ശാന്തികുടി സരോജിനി എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് കാണില്ല. 12-ാം വയസ്സിൽ ക്വിറ്റ് ഇന്ത്യ സമര ഫണ്ടിലേക്ക് അരുണ ആസിഫ് അലിയുടെ കൈകളിലേക്ക് കാതിലെ ഒരു തരി സ്വർണം സ്വന്തം ഇഷ്ടപ്രകാരം നൽകിയ കൊച്ചു പെൺകുട്ടി. പിന്നീട് സാമൂഹ്യ സേവനത്തിൽ മുഴുകി സ്വന്തം ജീവിതം ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ. ഖാദി ഹിന്ദി പ്രചരണത്തിൽ വ്യാപൃതയായിരുന്നപ്പോഴും രാജ്യം തന്നെ വീട് എന്ന് കണക്കാക്കി. എല്ലാത്തിനുമൊടുവിൽ സ്വന്തം നൂറ്റ നൂലുകൊണ്ട് തീർത്ത ഖാദിയിൽ കുരുക്കി ജീവിതം അവസാനിപ്പിച്ച വൃദ്ധ. എന്നിട്ടും ആരും അറിയാതെ പോയി. ജയിൽവാസം അനുഷ്ഠിച്ചില്ലെന്ന പേരിൽ സർക്കാരിൻ്റെ സ്വാതന്ത്ര്യ സമര പട്ടികയിൽ ഇടം കണ്ടെത്തുകയോ പെൻഷൻ നൽകുകയോ ചെയ്തില്ല. വിയോഗത്തിന് 18 വർഷം പിന്നിടുമ്പോഴും ആരും ആചരണങ്ങൾ കൊണ്ടോ ആ ജീവിതത്തെ പഠിക്കാൻ ശ്രമിച്ചില്ല. പഠിക്കാനേറെയുള്ള ആ ചരിത്ര പാഠത്തെക്കുറിച്ച് ഈ ഗാന്ധി സ്മൃതി നാളുകളിലെങ്കിലും പറയാതെങ്ങനെ? തൃശൂർ കൂർക്കഞ്ചേരിയിലെ ഓച്ചനാട്ട് വേലായുധൻ്റെയും ദേവകിയുടെയും രണ്ടാമത്തെ മകളായി 1930-ലാണ് OV സരോജിനിയുടെ ജനനം. സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ട കാലഘട്ടം. 5-ാം വയസ്സിൽ ഗാന്ധിജിയെ ഒരു നോക്ക് കാണാൻ അവസരം ലഭിച്ചു. അതായിരുന്നു ഓർമ്മയുടെ തുടക്കമെന്ന് സരോജിനി പറയുമായിരുന്നു. അമ്മ ദേവകിയുടെ മരണം ഏറെ തളർത്തി. സരോജിനി അസ്വാതന്ത്ര്യത്തിലേക്ക് പതുക്കെ നടന്നെടുക്കുകയായിരുന്നു. തളയ്ക്കപ്പെട്ട മനസ്സുമായി പഠനകാലം. സ്കൂളിൽ നിന്നും 1-2 കിലോമീറ്ററുകൾ താണ്ടി വേണം വീട്ടിലെത്താൻ. വരുന്നത് തൃശൂർ റൗണ്ട് വഴി. ഒരു ദിവസം സ്കൂൾ വിട്ടു വരുന്ന വഴി മണികണ്ഠൻ ആൽത്തറയ്ക്ക് സമീപം ഒരു ജനക്കൂട്ടം. വേദിയിൽ ഒരു സ്ത്രീ പ്രസംഗിക്കുന്നു. പുരുഷന്മാർ തന്നെ വേദിയിലിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു അത്. എന്നിട്ടും ഒരു സ്ത്രീ പ്രസംഗിക്കുന്നു. ആ കൗതുക കാഴ്ചയ്ക്ക് സാക്ഷിയാകാനായിരുന്നു ആ 12 വയസ്സുകാരി അവിടേക്ക് നീങ്ങിയത്. ക്വിറ്റ് ഇന്ത്യ സമര ഫണ്ട് ധനശേഖരണാർത്ഥം അരുണ ആസിഫ് അലിയുടെ പ്രസംഗമായിരുന്നു അത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കെട്ടുകെട്ടിക്കുന്നതിനെക്കുറിച്ചുള്ള അരുണ ആസിഫ് അലിയുടെ പ്രസംഗം ആവേശത്തോടെ തന്നെ സരോജിനിയും കേട്ടിരുന്നു. സമരഫണ്ടിലേക്ക് ഓരോരുത്തർക്കും കഴിയുന്നത് നൽകി സഹകരിക്കണമെന്ന അപേക്ഷയോടെയാണ് അരുണ ആസിഫ് അലി പ്രസംഗം അവസാനിപ്പിച്ചത്. അസ്വാതന്ത്ര്യത്തിൻ്റെ ചങ്ങലക്കെട്ടുകൾ തനിക്ക് ചുറ്റും വലിഞ്ഞു മുറുകുന്നു എന്ന് സരോജിനിക്കും തോന്നി. സ്വാതന്ത്ര്യത്തിനായി എന്ത് നൽകുമെന്ന് ആലോചിച്ചു നോക്കി. കാതിൽ ഓരോ തരി പൊന്ന്, ഏറെ നാൾ കൊതിച്ച് വാങ്ങിക്കിട്ടിയത്. സരോജിനി എന്ന ബാലിക നേരെ സ്റ്റേജിലേക്ക് കയറി. അരുണ ആസിഫ് അലിയുടെ മുന്നിലെത്തി കാതിലെ തരിപ്പൊന്നഴിച്ച് ആ കൈകളിലേക്ക് കൊടുത്തു. ചുറ്റും കൂടിയിരുന്നവർ ഞെട്ടിയിരിക്കണം. ഓച്ചനാട്ട് വേലായുധൻ്റെ മോളല്ലേ അത് എന്നവർ ആശ്ചര്യപ്പെട്ടിരിക്കണം. അരുണ ആസിഫ് അലി ആ പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ മുത്തം നൽകി. സംഭാവനകൾ പിന്നെയും പലരും നൽകിയെങ്കിലും കണ്ടുനിന്നവരുടെയെല്ലാം മനസ്സിൽ ഒരു പൊൻതിളക്കമായി സരോജിനി ആ വേദി വിട്ടു. കയ്യിൽ കുറച്ച് പുസ്തകങ്ങളും മനസ്സ് നിറയെ സന്തോഷവുമായി. വീട്ടിലേക്കുള്ള വഴി സരോജിനി നടന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം നുകരാൻ ഇതാ നാം തയ്യാറായിരിക്കുന്നു എന്ന സന്തോഷത്തോടെയാണ്. സ്വാതന്ത്ര്യത്തോടെ പക്ഷികളും പൂമ്പാറ്റകളും ആ ബാലികയുടെ മുന്നിലൂടെ അപ്പോൾ പറന്നുപോയിരിക്കണം. വീടിൻ്റെ പടി കടക്കുന്നതുവരെ മാത്രമേ ആ സന്തോഷം നിലനിന്നുള്ളൂ. വൈകിയെത്തിയതിന് രണ്ടാനമ്മയുടെ വക ശകാരം. കമ്മൽ കളഞ്ഞു വന്നതിന് വടിയെടുത്തടിയും. കാലിൽ ചോര പൊടിഞ്ഞു. അപ്പോഴൊന്നും സരോജിനിയുടെ മനസ്സ് വേദനിച്ചില്ല. പട്ടിണി കിട്ടു. അപ്പോഴും സരോജിനി കരഞ്ഞില്ല. നാളെ ഒരു നാൾ ഈ വേദനയ്ക്ക് ഫലം കിട്ടും. അന്ന് രണ്ടാനമ്മയ്ക്കും സ്വാതന്ത്ര്യം കിട്ടും. പൊന്നിനേക്കാൾ വലുതാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമെന്ന് നാളെ തിരുത്തി പറയും. ആ പ്രതീക്ഷയിൽ സരോജിനി ചെയ്ത പുണ്യത്തെക്കുറിച്ച് ആലോചിച്ച് സന്തോഷിച്ചു. മനസ്സിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അലയൊലികൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. സമയമായില്ലെന്നൊരു തോന്നൽ. മെട്രിക്കുലേഷൻ പാസ്സായപ്പോഴേക്കും സ്വാതന്ത്ര്യ സമരം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. ആരോടും അനുവാദം ചോദിക്കാതെ സരോജിനി വീട് വിട്ടിറങ്ങി. അന്ന് വയസ്സ് 16. ഗാന്ധിയൻ പാതയിലായിരുന്നു സഞ്ചാരം. സ്വാതന്ത്ര്യ സമരം ഫലം കണ്ടെത്തി തുടങ്ങി. ഇന്ത്യ സ്വതന്ത്രയായി. ഇന്ത്യ സ്വതന്ത്രയായെങ്കിലും സരോജിനിക്ക് അടങ്ങിയിരിക്കാനായില്ല. ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചു. ഗാന്ധിയൻ രീതിയിൽ സാമൂഹ്യ സേവനങ്ങളിൽ ഏർപ്പെട്ടു. സ്വതന്ത്ര ഇന്ത്യയിൽ മാറുമറയ്ക്കാനോ പുറത്തിറങ്ങാനോ തയ്യാറാകാതിരുന്ന സ്ത്രീകൾക്ക് പ്രചോദനമായി സരോജിനി ഉത്തരേന്ത്യയിലെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു. അതിനിടയിൽ ഇൻഡോറിലെ കസ്തൂർബ കേന്ദ്രത്തിൽ പഠനം പുനരാരംഭിച്ചു. അതോടൊപ്പം തന്നെ കാടും മലകളും താണ്ടി പാവപ്പെട്ട ഗിരിജനങ്ങൾക്ക് മാറുമറയ്ക്കാനുള്ള അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കി. പരിസര ശുചിത്വത്തിൽ പങ്കാളിയായി അവരെ സ്വയം പര്യാപ്തരാക്കി. വീട് വയ്ക്കാനും തോടുകളുണ്ടാക്കാനും അവർക്കൊപ്പം കൂടി. ഖാദി ഹിന്ദി പ്രചാരണം, സ്വാശ്രയശീലം വളർത്തൽ, ആതുര ശുശ്രൂഷ തുടങ്ങിയ ഗാന്ധിജിയുടെ 18 കർമ്മപരിപാടികൾ
പ്രാവർത്തികമാക്കുകയായിരുന്നു ലക്ഷ്യം. KP മാധവൻ നായരുടെ അഭ്യർത്ഥന പ്രകാരമാണ് സരോജിനി ഗാന്ധി സ്മാരകനിധിയിലും കേളപ്പജിയുടെ ശാന്തി കുടീരത്തിലും സേവനമനുഷ്ഠിക്കുന്നത്. തളരാത്ത മനസ്സുമായി സാമൂഹ്യ സേവനത്തിൽ സരോജിനി വ്യാപൃതയായി. മദ്യഷാപ്പ് വിരുദ്ധ ജനകീയ സമരങ്ങളിൽ പങ്കെടുത്തതിന് അറസ്റ്റ് വരിച്ചു. വിനോബാജിയോടൊപ്പം ഭൂദാനയാത്രയിൽ പങ്കെടുത്തു. തൃശൂർ വടൂക്കരയിൽ ഭാഗം വെച്ചു കിട്ടിയ ഭൂമിയിൽ 2.5 സെന്റ് ഒഴികെ ബാക്കിയെല്ലാം ദാനം ചെയ്തു. 2.5 സെന്റിൽ ശാന്തി കുടീരം പണിത് ഗാന്ധിയൻ ദർശനങ്ങളുടെ പ്രചരണങ്ങളിൽ മുഴുകി. ജീവിതയാത്രയിൽ തനിച്ചായിപ്പോയ സരോജിനി ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്തു. പേര് സുധീര. അവൾക്കും വേണ്ടിയായി ജീവിതം. 1975 മികച്ച സാമൂഹ്യ പ്രവർത്തകയ്ക്കുള്ള കസ്തൂർബ ട്രസ്റ്റിൻ്റെ അവാർഡ് കിട്ടുമ്പോൾ അത് ഒരാശ്വാസമായിരുന്നു ആ അമ്മയ്ക്കും മകൾക്കും. പ്രതിമാസം 45 രൂപ കിട്ടും. അതുകൊണ്ട് ആ 2 വയറുകളും പാതി നിറയ്ക്കാം. എടുത്തു വളർത്തിയ മകൾ സുധീര പാതി വഴിയിൽ വസൂരിക്ക് കീഴടങ്ങി. സരോജിനി വീണ്ടും ഏകയായി. ആ ദുഃഖങ്ങൾ ഇന്നും അവരുടെ മുഖത്തുണ്ടായിരുന്നു. സ്വന്തം നൂൽനൂറ്റ് ഗാന്ധിയൻ ദർശനങ്ങൾ പ്രചരിപ്പിച്ചു. ഗാന്ധി പ്രചരണവുമായി തൃശ്ശൂരിൽ നിൽക്കുന്ന കാലത്ത് ജീവിതം വഴിമുട്ടി. സ്വയം നൂൽനൂറ്റുണ്ടാക്കുന്ന വസ്ത്രം മാത്രം ധരിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജീവിതം അർദ്ധപ്പട്ടിണിയിലേക്കും മുഴുപ്പട്ടിണിയിലേക്കും നീങ്ങി. എങ്കിലും ആരുടെയും മുന്നിൽ കൈനീട്ടാൻ മനസ്സനുവദിച്ചില്ല. ഈ കാലത്താണ് സ്വാതന്ത്ര്യ സമര പെൻഷനെക്കുറിച്ച് ചിന്തിച്ചത്. പെൻഷന് അപേക്ഷ നൽകിയെങ്കിലും നിരവധി തവണ പല ഓഫീസുകൾ കയറിയിറങ്ങിയെങ്കിലും ശാന്തികുടി സരോജിനിയുടെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ മുട്ടിത്തളർന്നിട്ടും തുറന്നില്ല വാതായനം. ജയിൽവാസം അനുഷ്ഠിച്ചില്ലെന്ന് പറഞ്ഞ് പെൻഷൻ തഴയപ്പെട്ടു. പെൻഷൻ കിട്ടുമെന്ന് കരുതിയായിരുന്നില്ല സ്വാതന്ത്ര്യ സമരത്തിൽ സരോജിനി പങ്കെടുത്തത്. പെൻഷൻ കിട്ടിയില്ലെങ്കിലും പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരികയാണെങ്കിലും ഗാന്ധി ദർശനങ്ങളിൽ മുഴുകി ജീവിക്കുകയാണ് ജീവിതമെന്ന് ശാന്തികുടി സരോജിനി തീരുമാനിച്ചു. ഗാന്ധിയൻ പ്രകൃതി ചികിത്സാലയം സാരഥി ഡോക്ടർ രാധാകൃഷ്ണന്റെ സഹായത്താലാണ് ശാന്തികുടി സരോജിനി തൃശ്ശൂരിൽ നിന്നും തിരൂരിലേക്ക് എത്തുന്നത്. ഏഴൂർ പുഴയുടെ തീരത്ത് അഭിനവ ശാന്തി കുടീരം സ്ഥാപിക്കാനുള്ള സഹായവും ലഭിച്ചു. അവിടുത്തെ ഏകാന്ത ജീവിതത്തിന് വെളിച്ചമേകിയത് ഗാന്ധി ദർശനങ്ങൾ തന്നെയായിരുന്നുവെന്ന് ശാന്തികുടി സരോജിനി ഒരിക്കൽ പറഞ്ഞിരുന്നു. നൂൽനൂറ്റ് വസ്ത്രങ്ങൾ നെയ്ത് എഴുത്തും വായനയുമായി തിരൂരിലെ ശാന്തി കുടീരത്തിൽ അവർ ജീവിച്ചു. 2007 ഫെബ്രുവരി 8 ശാന്തികുടി സരോജിനി ഒരു യാത്രയ്ക്കൊരുങ്ങുകയായിരുന്നു. നാളെയാണ് തിരുനാവായിൽ സർവോദയമേള. ഗാന്ധിയന്മാരെല്ലാം ഒത്തുകൂടും. കസ്തൂർബ ട്രസ്റ്റിൻ്റെ അലവൻസ് തുക വൈകിയാണെങ്കിലും കിട്ടിയിട്ടുണ്ട്. യാത്രയ്ക്കുള്ള ചെലവിനെടുക്കാം. തിരുനാവായ മണപ്പുറത്തേക്ക് ഗാന്ധിയന്മാർ എത്തിത്തുടങ്ങി. ചടങ്ങുകൾക്കിടെയാണ് ആ വാർത്ത വന്നത്. ശാന്തികുടി സരോജിനി അമ്മ മരണപ്പെട്ടു. ആത്മഹത്യയായിരുന്നു. ശാന്തികുടിയിലെ വെളിച്ചമില്ലാതായി. ഏകാന്തമായ ആ ജീവിതം മണ്ണിനോട് ചേരാൻ വെമ്പൽ കൊണ്ടു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുകൂടി സർക്കാരിൻ്റെ കണക്കിൽ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന വിളിപ്പേര് കേൾക്കാതെയുള്ള ജീവിതം. അതല്ലാതെ മറ്റൊരു കാരണം കാണുന്നില്ല ആർക്കും ആ ആത്മഹത്യയ്ക്ക് പിന്നിൽ. മരണത്തിനു മുമ്പ് അവർ എഴുതി, എൻ്റെ ഈ കണ്ണുകളും ഹൃദയവും ജീവനുള്ളതെല്ലാം ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അത് അവർക്ക് കൊടുക്കണം. ബാക്കി വരുന്ന എൻ്റെ ശരീരം കുട്ടികൾക്ക് പഠിക്കാൻ നൽകണം. ശാന്തികുടി ഗാന്ധി സ്മാരകമാക്കണമെന്നായിരുന്നു ശാന്തികുടി സരോജിനിയുടെ ആഗ്രഹം. എന്നാൽ പിന്നീട് ശാന്തികുടി അംഗൻവാടിയാക്കി. കണ്ണുകളും ഹൃദയവും ദാനം ചെയ്യണമെന്ന ആഗ്രഹം നടന്നില്ല. ശരീരം പഠനത്തിനായി നൽകണമെന്ന ആഗ്രഹവും സർക്കാരിൻ്റെ ചുവപ്പ് നാടയിൽപ്പെട്ട് കത്തിക്കരിഞ്ഞുപോയി. സ്വാതന്ത്ര്യ സമര ചരിത്ര പാഠങ്ങളിൽ ഇടം നേടിയില്ലെങ്കിലും സ്വന്തം ജീവിതത്തിലെ ഗാന്ധിയൻ ആശയങ്ങളെ മുറുകെ പിടിച്ച് ജീവിച്ച ശാന്തികുടി സരോജിനി സ്വന്തം നൂറ്റ നൂലാൽ തീർത്ത ഖദർ മുണ്ടിൽ ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. 12-ാം വയസ്സിൽ സ്വാതന്ത്ര്യ സമരത്തിനായി ആകെയുണ്ടായിരുന്ന പൊൻതരി നൽകാൻ തോന്നിയ ആ മനസ്സിനെ, രാഷ്ട്രത്തിനായി സമർപ്പിക്കാൻ തോന്നിയ ജീവിതത്തെ, ഗാന്ധിയൻ ആശയങ്ങൾക്കായി ജീവിച്ച ശാന്തികുടി സരോജിനിയെ ഇനിയെങ്കിലും പ്രചോദനത്തിൻ്റെ വെളിച്ചമായി പുതുതലമുറ അറിയട്ടെ.